എൻ്റെ ഭർത്താവിൻ്റെ ഖബർ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഈ റമളാനിൽ അത് അനുവദനീയമാണോ? തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ ഖബർ കാണൽ നിങ്ങൾക്ക് അനുവദനീയമാണ്. പക്ഷേ പോകുമ്പോൾ ശരീരം മുഴുവനും മറച്ച് വളരെ വൃത്തിയായി അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. മരണപ്പെട്ടു പോയവരല്ലേ ഉസ്താദെ, അല്ലെങ്കിൽ തന്നെ ഭർത്താവല്ലേ എന്ന് ചോദിക്കരുത്. കാരണം പള്ളിയിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ പല കോലത്തിലും പല ഭാവത്തിലും പല സ്വഭാവത്തിലും പല വിശ്വാസത്തിലും പല കോണിലുമുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ നമ്മളെ കാണുന്നുണ്ട് എന്ന് ഒരു വിശ്വാസം നമുക്കുണ്ട്. അതാണല്ലോ നമ്മൾ വിശ്വാസികളായത്. അൽ യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നാം വിശ്വാസിയായത്. കണ്ടതേ വിശ്വസിക്കൂ എന്നതിലല്ല. അദൃശ്യമായ കാര്യങ്ങൾ, ഖബർ, പരലോകം, സിറാത്ത്, ചോദ്യം, മുൻകർ നക്കീർ, റഖീബത്തി, ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ 100% വിശ്വസിക്കുന്നു. അതാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയ. അപ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കണം. അതിന് തെളിവുണ്ട് ഒരുപാട് ഹദീസുകൾ. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൻ്റെ അരികിലേക്ക് പോകുമായിരുന്നു. ഭർത്താവല്ലേ. തൊട്ടടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടക്കിയതിന് ശേഷവും പോകുമായിരുന്നു. ഉപ്പയല്ലേ. പക്ഷേ മുത്ത റസൂലിൻ്റെ ഇടതുഭാഗത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അടക്കിയതിന് ശേഷം പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ റൗള ഷരീഫിലേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധയോടെ വസ്ത്രം ശ്രദ്ധിക്കുമായിരുന്നു എന്നാണ്. മറ്റത് ഭർത്താവ് ഉപ്പയും മാത്രമേ ഉള്ളൂ. അവിടെ വേറെ ഖബറുകളൊന്നുമില്ല. തൻ്റെ ഭർത്താവാണ്, തൻ്റെ ഉപ്പയാണ്. അപ്പോൾ ശരീരത്തിൻ്റെ വസ്ത്രത്തിൽ ചെറിയ വ്യത്യാസമോ മുടി പുറത്ത് കണ്ടാലോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ പുറത്ത് കണ്ടാലോ ഒന്നും അവിടെ വിഷയം വരുന്നില്ല. അവരങ്ങനെ പോവില്ല. പക്ഷേ ഇത് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വിഷയം വരുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഭാഗത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്ന് അടക്കിയപ്പോൾ അവിടെ വിഷയം വന്നു. കാരണം ഉമർ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്യ സ്ത്രീ പുരുഷന്മാരാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടക്കിയതിന് ശേഷം വളരെ ജാഗ്രതയോടുകൂടി വസ്ത്രം ധരിച്ചിട്ട്, പൂർണ്ണമായ വസ്ത്രം ധരിച്ചിട്ടായിരുന്നു അവിടെ പോയിരുന്നത് എന്ന് ഹദീസുകളിലൂടെ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ ഞാൻ അങ്ങനെയാണ് പോയിരുന്നത് എന്ന് പറഞ്ഞിരുന്നതായും നമുക്ക് മനസ്സിലാക്കാം.